അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ അടുത്ത റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ഹോട്ട് ടോപ്പിക്സ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. LPUP പരീക്ഷകളൊക്കെ വീണ്ടും വിളിക്കുന്നു. നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. LPUPയിൽ കുറച്ച് ആൾക്കാരെ എടുക്കുന്നുള്ളൂ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഏറ്റവും മികച്ച റാങ്ക് നേടിയവരൊക്കെ ഇപ്പം സമരം ചെയ്യുകയാണ്. നമുക്കും വിഷമമുണ്ട്. അധ്യാപകൻ എന്ന നിലയിലും അവരുടെ ഒരു ചേട്ടനായിട്ട് നിന്ന് അവർ കുറേ നാൾ കഷ്ടപ്പെട്ട് പഠിച്ച് അത് ഉറക്കവും ഊണും ഇല്ലാതെ ഡെഡിക്കേഷൻ നടത്തി ടെൻഷൻ അടിച്ച് പലരുടെയും പ്രതീക്ഷകളായിരുന്നു. ഏറ്റവും നല്ല റാങ്ക് വരുമ്പം എൻ്റെ വീടൊന്ന് സ്വസ്ഥമായല്ലോ, എൻ്റെ ഹസ്ബൻഡിനൊരു സഹായമായല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചപ്പം എനിക്ക് അർഹതപ്പെട്ട ഒരു നല്ലൊരു ജോലി കിട്ടിയല്ലോ, നല്ല റാങ്ക് ആണല്ലോ, എല്ലാവരും സന്തോഷത്തോടെ കാണും. അവരച്ഛനമ്മമാരൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടന്നതാണ് എൻ്റെ മോക്ക് ഇത്ര റാങ്ക് ഉണ്ട്, എനിക്ക് ജോലി കിട്ടും, എൻ്റെ മോക്ക് ജോലി ഉടനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും വേക്കൻസി വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വരുന്നത്. ഉടൻ തന്നെ അതെല്ലാം പരിഹരിക്കും. കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സമരം ചെയ്തെങ്കിലും പിന്നീട് ഒരു വിധമൊക്കെ എടുത്തു. പക്ഷേ ഈ പ്രാവശ്യം വളരെ കുറച്ച് പേർക്ക് ഇതുവരെ ലിസ്റ്റ് വന്നിട്ട് എടുത്തോളൂ. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഏറ്റവും നല്ല റാങ്ക് നേടുക. ഏറ്റവും നല്ല റാങ്ക് മറ്റുള്ളവർ ഇപ്പം അവർ സമരം ചെയ്യട്ടെ, ചെയ്യുന്നതിനൊന്നുമില്ല, അതിനെല്ലാം സപ്പോർട്ടോ എന്നാൽ കഴിയുന്ന എല്ലാം ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ടീമുകൾക്കോട്. പിന്നെ ഞാനും ഇവിടെ വന്ന് മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചു. എന്നാൽ കഴിയുന്നതൊക്കെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കാം എന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ നല്ലൊരു വാർത്ത കേൾക്കാൻ കഴിയട്ടെ, നല്ലൊരു വാർത്ത കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോട്ടെ, അത് വേറൊരു പാർട്സായിട്ട് കിടക്കുക. അടുത്തത് പരീക്ഷ വിളിക്കുകയാണെങ്കിൽ, ഇങ്ങനെ പരീക്ഷകൾ എന്തിനാ വിളിക്കുന്നതെന്ന് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, അല്ലേ? ഒരു പരീക്ഷയിൽ കുറച്ചുപേരെങ്കിലും എടുത്തിട്ട് അടുത്ത പരീക്ഷ വിളിച്ച, പക്ഷേ കാലാകാലങ്ങളായിട്ടുള്ള ഒരു നിയമമുണ്ട്. ഇത്ര നാൾ കഴിഞ്ഞാൽ എത്ര ആളിനെ എടുത്താലും എടുത്തില്ലെങ്കിലും അടുത്ത പരീക്ഷ വിളിച്ചിരിക്കണം എന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് പിന്നെയും ടെൻഷനല്ലേ, നമ്മൾ പഠിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാലോ എന്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ പരീക്ഷ കയറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഓരോരുത്തരോടും പറയാതെ എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി നേടും. പിന്നെ നിങ്ങൾ LPUPയിൽ ഒതുങ്ങാതിരിക്കുക. LPUP മാത്രം എനിക്ക് അത് മാത്രം മതി, എനിക്ക് അത് മാത്രം മതി, ശരിയാണ്, അത് ലക്ഷ്യം. പക്ഷേ PSC പരീക്ഷകൾക്കും കൂടെ PSC, SSC, റെയിൽവേ ഇതൊക്കെ നോക്കണേടാ. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഏതാണോ കിട്ടുക അത് ജോയിൻ ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുത്താലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വേറെ, ഇപ്പം ഞാൻ ഗവൺമെൻറ് ജോലി കയറിയിട്ട് ലീവ് എടുത്തപ്പോൾ എനിക്കിപ്പോൾ ഒരു അധ്യാപകനാവാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ എൻട്രിയിലൊക്കെ വന്ന് പഠിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും മറ്റ് പരീക്ഷകൾ ആദ്യം കിട്ടുന്ന ഏത് പരീക്ഷയാണെന്ന് അറിയത്തില്ലല്ലോ. PSC പരീക്ഷയിൽ LD ക്ലർക്ക് ഉണ്ട്, LGS ഉണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, വെബ്കോ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പരീക്ഷകളുണ്ട്. അതുപോലെ LPUP എൻ്റെയും ആഗ്രഹമായിരുന്നു. കുട്ടിക്കാലത്തെ ഞാൻ ഒരു ടീച്ചറാകണം. കാരണം +2 വെക്കേഷൻ തൊട്ടേ ഞാൻ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. കാരണം വീട്ടിലെ അവസ്ഥ അങ്ങനെയായിരുന്നു. അച്ഛൻ മരിച്ചു, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ ആകപ്പാടെ പോയി കൊണ്ടുവരുന്ന വരുമാനത്തിൽ അന്നോട്ടേ ആഗ്രഹമായിരുന്നു. പക്ഷെ BEdനൊന്നും പോകാൻ പറ്റത്തില്ല. അമ്മ പറയുന്നത് +2 കഴിഞ്ഞപ്പോഴേ ജോലിക്ക് ഇറങ്ങിത്തിരിക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ +2ന് ഫസ്റ്റ് ക്ലാസ് മേടിച്ചപ്പം അമ്മ പിന്നെ പറഞ്ഞു, നീ എങ്ങനെങ്കിലും എന്നാൽ കോളേജിൽ അയച്ചപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. എന്നാൽ എങ്ങനെങ്കിലും എന്നിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അവരുടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാമോ എന്ന്. വീട്ടിൽ സ്ഥലമില്ല. എന്നിട്ട് എൻ്റെ വല്യമ്മച്ചയുടെയും കുഞ്ഞമ്മയുടെയൊക്കെ വീട്ടിൽ വെച്ച് അവർക്ക് ട്യൂഷൻ എടുത്ത്. അന്ന് LKG പിള്ളേർ 3ാം ക്ലാസ്, 2ാം ക്ലാസ്സിലെ 1ാം ക്ലാസ്സിലേക്ക് കുട്ടികളാണ് ഈ +2 വെക്കേഷന് വരുന്നത്. പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഭാഗ്യമായി. കാരണം വെക്കേഷന് നല്ല രീതിയിൽ പഠിപ്പിച്ചത് കൊണ്ട് കുറേ കുട്ടികൾ, ആദ്യം 2 പേര് വന്നു, പിന്നെ 4 പേരായി, ഹാളങ്ങ് നിറഞ്ഞു, 5 പേരായി, 10 പേരായി. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. പിന്നെ കോളേജിൽ കിട്ടിയതിന് ശേഷം വീണ്ടും വൈകിട്ട് ഓടി വന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വരുമാനം ഒരുവിധം കോളേജിലേക്കുള്ള ബുക്കുകൾ വാങ്ങാനായാലും അവിടത്തേക്കുള്ള വണ്ടിക്കൂലി ആയാലും അല്ലറ ചില്ലറ ചെലവുകളായാലും എനിക്കങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടി. പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ടും ഈ ട്യൂഷൻ കിടക്കുന്നുണ്ട്. BEdനൊക്കെ പോയാൽ ദൂരെ കിട്ടും, വൈകുന്നേരം വരെ ഉണ്ട് ക്ലാസ്, പിന്നെ ഓടി വന്ന് ട്യൂഷനൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ BEd എടുത്തില്ല. പക്ഷേ എൻ്റെ ഒരു അബദ്ധമായിരുന്നു. BEd എങ്ങനെയെങ്കിലും റിസ്ക് എടുത്തായിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഗവൺമെൻറ് ജോലിയിൽ നല്ലൊരു ടീച്ചറായിട്ട് നിൽക്കേണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വേറൊരു ടീച്ചർ എന്ന പദവി എനിക്ക് തന്നേ ദൈവം, ഇല്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ദൈവത്തിനോട് നന്ദി പറയാണ്. ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ കുറെ കൊച്ചു കുട്ടികളുടെ അധ്യാപകനായി മാറിയനെ. ഇപ്പം നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഒരു അധ്യാപകൻ എന്നൊരു പദവി എനിക്ക് കിട്ടിയില്ലേ, അതും ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും, അല്ലേ?
ആ നിയോഗത്തിൽ ചിലപ്പം ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതേ നടക്കത്തുള്ളൂ. ഇനി എന്തെന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മൾ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകണം, സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിറകെ വാശിയോടുകൂടി പൊയ്ക്കൊണ്ടിരിക്കണം. അത് കിട്ടുമെന്ന ഉറപ്പ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. കിട്ടിയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുക, ഇപ്പം വരുന്ന പരീക്ഷകളൊക്കെ നേടാൻ നയിക്കുക. കാരണം നിങ്ങളൊക്കെ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇതിൽ എത്ര പേർക്ക് ഗവൺമെന്റ് ഈ പൈസ കൊടുത്ത് കയറാൻ പറ്റുമോ എയ്ഡഡ് സ്കൂളിൽ? എത്ര പേർക്ക്? വളരെ ഒരു 100 പേരുള്ള ക്ലാസ്സിൽ 5 പേരോ 10 പേരോ, അതല്ലെങ്കിൽ തന്നെ വേക്കൻസികളുണ്ട് ഇപ്പൊ അല്ലേ? പല സ്കൂളുകളിലും വേക്കൻസി ഇല്ല. ഈ വേക്കൻസികൾ തിരക്കി പോകുമ്പോഴേ നേരത്തെ ഒന്നുകിൽ പാർട്ടി പിടിപാട്, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെ കുറേ പിടിപാടുണ്ടെങ്കിൽ മാത്രം. അതും എന്നിട്ട് എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്നറിയാമോ? ചിലയിടത്തൊക്കെ 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഒക്കെ കൊടുക്കുക. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ നിയമം അങ്ങനെയായിരിക്കും, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ നിയമിക്കുന്നതിന് അവിടുത്തെ ചെലവും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് സംസാരിക്കേണ്ട. എന്നാലും ഞാൻ പറഞ്ഞ എത്ര പേർക്ക്? 5 പേര് ചിലപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് കയറുമായിരിക്കും അല്ലേ, പലയിടത്തുമായിട്ട് കയറും. ബാക്കി ഇത്രയും പേരും എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത്രയും പേരും പ്രതീക്ഷിക്കുന്ന നല്ലൊരു, എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി നേടണം. ഇതല്ലേ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു ടീച്ചർ ആവുക, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ ടീച്ചറെ പോലെ ആകരുത്. ചില ടീച്ചർമാരെ കണ്ടില്ലേ, കുട്ടികളോട് അത്രയും അറ്റാച്ച്. ഈ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലേക്ക് ടീച്ചർമാർ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ കുട്ടികളൊക്കെ കരയുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അത്രയും അറ്റാച്ച് ഉണ്ടായിട്ടുണ്ടായി. ഏതൊരു കുട്ടിയും രാവിലെ വീട്ടിൽ നിന്ന് ഓടി സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരുന്നത് ഈ ടീച്ചറിന്റെ സന്തോഷകരമായ ഒരു മുഖം കാണാൻ വേണ്ടിയാണ്. പല കുട്ടികളും ഭയങ്കര സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ആ ടീച്ചറിന്റെ സ്നേഹവായ്പോടുകൂടി നിൽക്കുന്നത് കൊണ്ട്. നാളെയും ടീച്ചറിനെ കാണണം, എൻ്റെ കൂട്ടുകാരെ കാണണം, ടീച്ചർ പറയുന്ന ടീച്ചർമാരുടെ രീതികൾ അതൊക്കെയാണ്. എപ്പോഴും രണ്ടാനമ്മ എന്നല്ലേ നമ്മൾ ടീച്ചർ, ഒന്നുകിൽ രണ്ടാനമ്മ എന്ന രീതിയിലാണ്, രണ്ടാനമ്മയല്ല അമ്മ എന്ന രീതിയിൽ തന്നെയാണ് കുട്ടികൾക്ക് നമ്മളെപ്പോഴും അവരെ സന്തോഷത്തോടെ കൊണ്ടുപോവുക എന്ന് പറയുന്നതും ഇതൊക്കെ നിങ്ങളും സ്വപ്നം കണ്ടിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ഏറ്റവും നല്ല റാങ്ക് നേടുക അല്ലേ. നമുക്കിപ്പോൾ അത് പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ പറയും സാറേ ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് സാറ് പിന്നെയും വന്ന് പഠിപ്പിക്കാൻ നിൽക്കുന്ന, അങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് പരീക്ഷകൾ വന്നു പോയി കഴിയുമ്പോൾ എന്തോ ചെയ്യും? അവസാനം കണ്ടിട്ടോട്ടോ നിങ്ങൾ കിടന്ന് ഓടിപ്പിടിച്ച് പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള LP UP പരീക്ഷകളിലെ മെയിൻ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹോട്ട് ടോപ്പിക്സ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കൺഫ്യൂസിങ് ഫാക്ട്സ് നേരത്തെ ഞാൻ ഇട്ട് തന്നു. ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് സീരീസ് എന്ന് പറഞ്ഞ് പാർട്ട് 1 ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. പഠിക്കുക. പിന്നെ ഈ അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ വളരെ കുറച്ച് പൈസയ്ക്കൊക്കെ ചെന്ന് നിൽക്കുന്നവര് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ, വീട്ടിൽ സാഹചര്യം മോശമാണെങ്കിൽ പോയിക്കോ. പക്ഷേ ഈ ടീച്ചറെ മിസ്സേ എന്ന് പറഞ്ഞ് കൂടുതൽ അങ്ങ് അടുത്ത് അതിലേക്ക് അങ്ങ് അറ്റാച്ച് ആയി പോകരുത്. കാരണം രാത്രിയും രാവിലെ ഒന്നും നിങ്ങൾക്ക് സമയം കാണത്തില്ല. അവിടുത്തെ സ്കൂളിലെ തന്നെ ഓരോരോ പ്രോഗ്രാമിന്റെ ഡ്യൂട്ടികൾ വരും, അവരുടെ ആനിവേഴ്സറികൾ വരും, അവരുടെ ഫംഗ്ഷൻസ് വരും, ഓണാഘോഷം വരും, ബുക്കുകളെല്ലാം നോക്കണം, ഓഫീസ് ജോലി, ഇതെല്ലാം നിങ്ങളുടെ തലയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ആകെ ചിലപ്പോൾ 7,000 രൂപ, 8,000, 12,000 രൂപയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കയറാൻ പോകും, ഞാൻ ടീച്ചറായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷം, രക്ഷിതാക്കളൊക്കെ നിങ്ങളോട് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഏതോ ഞാൻ വലിയ ആളായെന്നാ. പക്ഷെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാം അല്ലേ. ജൂനിയർ ആയിട്ട് നിൽക്കുമ്പോൾ ഒന്നുകിൽ ആ സ്കൂളിൽ കുട്ടികൾ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു അധ്യാപകർ വരുമ്പോൾ നിങ്ങളെ പതുക്കെ തള്ളും. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആ പ്രായം ചെല്ലും തോറും ഗവൺമെന്റ് ജോലിയിലെ വിലയുള്ളൂ. ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലും പ്രായം ചെല്ലും തോറും ഗവൺമെന്റ്, ഈ ടെക്നോ പാർക്കിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നൊക്കെ ഒരു ഫ്രഷ് ആൾക്കാർക്ക് അവിടെ ഇതുണ്ട്. പക്ഷെ അങ്ങോട്ട് പ്രായം കൂടുന്തോറും അവർക്ക് അവിടെ സ്ഥാനമില്ല. അവർ പതിയെ പിന്മാറാൻ തുടങ്ങും. വളരെ കുറച്ചു പേരെ ഉയർന്ന പോസ്റ്റുകളിലോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഗവൺമെന്റ് ജോലിയിലോ പക്ഷെ തിരിച്ച ഓരോ പ്രായം ചെല്ലുമ്പോൾ മറ്റു ജോലികൾ LD ക്ലർക്കൊക്കെ ആകുമ്പോൾ പ്രായം കൂടുന്തോറും നമുക്ക് പ്രൊമോഷൻ കിട്ടും, ഉയർന്ന പദവികൾ കിട്ടും, കയറിക്കൊണ്ടിരിക്കും, പിന്നെ സേഫ് ആവും അല്ലേ. നല്ലൊരു രാവിലെ തിങ്കൾ മുതൽ വെള്ളി വരെ പോയാൽ പോരെ, ജോലി തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂൾ ടൈപ്പിൽ പോയാൽ മതി. പിന്നെ എന്ത് സന്തോഷമാണ്, ഏതൊരു അഭിമാനമല്ലേ. ഞാൻ ടീച്ചറാണ് എന്ന് പറയുന്ന, സ്കൂളിലെ ടീച്ചറാണ് എന്ന് പറയുന്ന ഒരു അഭിമാന രംഗം ഉണ്ടല്ലോ, അതൊക്കെയാണ് വേണ്ടത് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ഇപ്പം നല്ല സമയത്ത് മാക്സിമം കുറേശ്ശെ പഠിക്കുക. പരീക്ഷ വിളിച്ചിട്ടില്ല, അപ്പോൾ കിട്ടുന്ന സമയത്ത് പോർഷൻ ബേസ് വെച്ച് പഠിക്കുക. സ്കൂൾ ടെസ്റ്റ് നല്ലോണം കവർ ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, സിലബസ് നല്ലൊരു ഫോളോ ചെയ്യണം. ഇതുപോലുള്ള ഓൺലൈൻ ആപ്പുകൾ നല്ല രീതിയിൽ ഒരു ഓർഡറിൽ പഠിക്കുക. സിലബസ് ഒരു ഓർഡറിൽ പഠിക്കുക. സ്കൂൾ ടെസ്റ്റ് 5 മുതൽ 10 വരെ കവർ ചെയ്യുക. +1 +2 ആണെങ്കിൽ സെലക്റ്റഡ് ചാപ്റ്റേഴ്സും കൂടെ കവർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഇന്ന് ചിലപ്പോൾ മാർക്ക് കാണത്തില്ല, 100 ചെല്ലുമ്പോൾ 30 മാർക്കോ 20 മാർക്കോ ഒക്കെ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് കാണുന്നത്. കാരണം നിങ്ങൾ ടോപ്പിക് എല്ലാം പഠിച്ചില്ലല്ലോ. എന്നാലും ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യും
എന്ന രീതിയിൽ തന്നെ വെറുതെ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് മാർക്ക് കയറി വരുന്നതാണ്. പിന്നെ സിലബസ് കറക്റ്റ് റിവിഷൻ നടത്തി തന്നെ പഠിക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചാൽ ശനി ഞായറും അതിനുവേണ്ടി റിവിഷൻ മാറ്റി വെക്കണം. പല പോർഷനും നമ്മൾ മറന്നുപോകുക. ചിലവർ പറയും വർഷങ്ങൾ മറന്നു പോകുന്നു സാറേ, എന്തു ചെയ്യും, എൻ്റെ തലയിലൊന്നും നിൽക്കുന്നില്ല. അതെല്ലാവർക്കും ഉള്ളതാണ്. 90% ആൾക്കാരിലും ചോദിക്കുന്ന ഒരു ചോദ്യം, വർഷങ്ങളെല്ലാം മറന്നു പോകുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ സാറേ. അത് നിങ്ങൾ ഓരോ പോർഷൻ എടുക്കുമ്പോൾ അതിനെ വീണ്ടും റിവിഷൻ കൊണ്ടുവരുമ്പോഴേ പലർക്കും ആ വർഷങ്ങൾ പെർഫെക്റ്റ് ആവും. പിന്നെ പലരും പറയുന്നതാണ്, സാറേ സയൻസിലെ വേർഡ് മലയാളത്തിൽ പഠിക്കുമ്പോൾ ഭയങ്കര പാടാണല്ലോ. ആണ്, ഈ പഠിച്ച് ജോലി കയറിയവരെല്ലാം അങ്ങനെ തന്നെ പഠിച്ചവരാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1ഉം +2ഉം സയൻസ് ഒക്കെ ഇംഗ്ലീഷിലാണ് പഠിച്ചു പോയത്. അതുകൊണ്ട് അത് എൻ്റെ കുറ്റമല്ല, അതെൻ്റെ കുറ്റമാണോ? പിന്നെ 10 വരെയും ഇംഗ്ലീഷിൽ പഠിച്ചവരും ഉണ്ട്, എന്നിട്ടും അവരും ഇറങ്ങി മലയാളത്തിൽ പഠിക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ കുറേശ്ശെ പഠിച്ച് റിവിഷൻ കൊണ്ടുപോകാം. ഇടവിട്ട് റിവിഷൻ കൊണ്ടുപോകുമ്പോൾ ആ വേടുകളങ്ങ് ലയിക്കൂടെ. അല്ലാതെ പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജോലി വേണ്ടേ? അല്ലാതെ ഞങ്ങൾക്ക് വന്ന് മാറ്റാൻ പറ്റുമോ? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എൻ്റെ ആവശ്യമാണ്, ഇതിനി പഠിച്ചേ പറ്റൂ എന്ന ചിന്താഗതിയിൽ സന്തോഷത്തോടെ വാശിയോടുകൂടി പഠിക്കുക കേട്ടോ. ഞാൻ ഇനി ഒത്തിരി പറഞ്ഞ് കത്തിയടിക്കുന്നില്ല. ഓരോരുത്തരോടും വിജയാശംസകൾ. അടുത്ത പരീക്ഷ വരുന്നതിന് മുമ്പ് മാക്സിമം ഉള്ള സമയത്ത് പോർഷൻ പഠിച്ചു വേണേ. ഇപ്പം സമരം ചെയ്യുന്നവർക്ക് നല്ലൊരു അനുകൂല വിധി ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കാരണം കിട്ടും, തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. ഉടൻ തന്നെ എല്ലാം ശരിയാകും എന്നുള്ളതാണ്. നിരാഹാരമൊക്കെ കിടക്കുന്ന ഓരോ കുട്ടികളോട് ഒക്കെ അത്രയും വിഷമത്തോടെ ആണ് അവർക്ക് സപ്പോർട്ടോടുകൂടി കിട്ടും. നല്ല രീതിയിൽ നല്ലൊരു വാർത്ത കേൾക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ഹെൽപ്പ് UPയിലെ ഹോട്ട് ടോപ്പിക്സുകളെ എന്നൊക്കെ ഇന്ന് ഞാനൊരു 5 ഹോട്ട് ടോപ്പിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കേരള നവോത്ഥാന സംഘടനകൾ, പിന്നെ റിസർവ് ബാങ്കിനെ കുറിച്ച്, പിന്നെ വാതക നിയമങ്ങൾ, അതുപോലെ കോശകലകളുണ്ട്, അതുപോലെ നിർദ്ദേശക തത്വങ്ങളുണ്ട് അല്ലേ. ഇതെല്ലാം നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്ന് എടുത്ത ഹെഡിങ്. ഇതുപോലെ 5 വീതം ഞാൻ ഓരോ ദിവസവും അങ്ങ് തരാം. അപ്പോൾ അങ്ങ് പഠിച്ചു വെക്കണേ. നവോത്ഥാന സംഘടനകൾ ഒരു ഓർഡറിൽ എഴുതിയിട്ടുള്ളത്. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് നിലവിൽ വന്നത് 1836 അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. നിലവിൽ വന്ന വർഷമെന്ന 1836. ഇദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹമാണ് കേട്ടോ. സമത്വ സമാജം ഇദ്ദേഹത്തിന്റെ. ചാനാർലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ, നിഴത്താങ്കൽ ആരാധനാലയം, മുന്തിരിക്കിണർ കൊണ്ടുവന്നത്, സമബന്ധി ഭോജനം കൊണ്ടുവന്നത്, അഖിലത്തിരിട്ട്, അമ്മാനെ അരുൾനൂൾ എന്നീ കൃതികളൊക്കെ ഇദ്ദേഹത്തിന്റെ. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇതൊരു ഓർഡർ പഠിക്കാം. അപ്പോൾ സമത്വ സമാജം ഏത് വർഷം? 1836 വൈകുണ്ഠ സ്വാമികൾ. SNDP 1903 ശ്രീനാരായണ ഗുരുവാണ് കൊണ്ടുവരുന്നത്. SNDP ഏത് വർഷമാണ്? 1903 ശ്രീനാരായണ ഗുരുവാണ് കൊണ്ടുവരുന്നത്. അതുപോലെ സാധുജന പരിപാലന സംഘം കൊണ്ടുവന്നത് അയ്യങ്കാളിയാണ് 1907. അപ്പോൾ SNDP കൊണ്ടുവന്നത് ആരാടെ? ശ്രീനാരായണ ഗുരു. 1903 മെയ് 15. കൊല്ലം ജില്ലയുടെ SNDPയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ് നമ്മൾ പറയേണ്ടത്. SNDPയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗം എന്നതാണ്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു ആയിരുന്നു. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആയിരുന്നു. ആണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിച്ചത്. ജനനവും മരണവും അവധി ഉള്ള ഏക ഇന്ത്യൻ നവോത്ഥാന നായകനാരാണ്? ജനനവും മരണവും അവധിയുള്ള ഏക ഇന്ത്യൻ നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ വന്നു, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ വന്ന മലയാളി, ഇന്ത്യയുടെ നാണയത്തിൽ വന്ന മലയാളി, ഇതൊക്കെ ആരാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് വരെ ശ്രീനാരായണ ഗുരു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ ഒരു ഓർഡർ റിപ്പോർട്ട്. അടുത്ത അയ്യങ്കാളി. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് ജനിച്ച അയ്യങ്കാളിയുടെ സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. 1907. അയ്യങ്കാളി അല്ലയുടെ പുലേരാജ എന്ന് വിളിക്കുന്നത്? ഗാന്ധിജിയാണ് വിളിച്ചത്. അയ്യങ്കാളിയെ പുലേരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയും, അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ആരാണ്? മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയുടെ. അയ്യങ്കാളിയെ പുലേരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയും, അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് E.K. നായനാരായിരുന്നേ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിളിച്ചത് E.K. നായനാർ. അടുത്ത അരേ സമാജം 1907 തന്നെ പണ്ഡിറ്റ് കറുപ്പനാണ്. അരേ സമാജം ആരുടെ ആയിരുന്നേ? പണ്ഡിറ്റ് കറുപ്പൻ 1907. അതായത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂര് ജനിച്ച പണ്ഡിറ്റ് കറുപ്പൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൃതിയുണ്ട് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. ജാതിക്കുമ്മി അവശ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നാണ് വിളിക്കുന്നത്.
ഈ പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടനയാണ് 1907 അരേ സമാജം. യോഗക്ഷേമ സഭ 1908 VT ഭട്ടതിരിപ്പാടാണ്. അന്ന് അദ്ദേഹം ഒരു കുട്ടിയാണ്, എന്നാൽ സ്ഥാപകനായിട്ട് VT ഭട്ടതിരിപ്പാട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇതിന്റെ ആദ്യകാല പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം. ചിലപ്പോൾ അതുകൊണ്ട് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആര്, VT ഭട്ടതിരിപ്പാട് ഓപ്ഷന് ഇല്ലെങ്കിൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതണേ. 1908 VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ വരുന്നത്. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു പേര് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേര് എന്താണ്, കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥയൊക്കെ ഇദ്ദേഹം നയിച്ചത്. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാ, 1912 പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് 1913 പണ്ഡിറ്റ് കറുപ്പൻ. അപ്പൊ കല്യാണദായിനി സഭ, കൊച്ചി പുലയ മഹാസഭ ഇതൊക്കെ കൊണ്ടുവന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു ആദ്യകാലം ഇട്ട പേര് കേട്ടോ, നായർ ഭൃത്യജന സംഘം. അപ്പൊ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ NSS വന്ന വർഷം എന്നാണ് 14. ആരാ സ്ഥാപകൻ, മന്നത്ത് പത്മനാഭൻ. അടുത്ത നോക്കെ, അരേ വംശ പരിപാലന യോഗം 1916 വേലുക്കുട്ടി അരയൻ. അരേ വംശ പരിപാലന യോഗം 1916 വേലുക്കുട്ടി അരയൻ. ഇനി സഹോദരൻ അയ്യപ്പന് 3 സംഘടനയുണ്ട്. സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി സഭ. സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി സഭയൊക്കെ ആരുടെ, സഹോദരൻ അയ്യപ്പന്റെ. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കെ, വാഗ്ഭടാനന്ദന്റെ സംഘടനയുടെ പേര് ആത്മവിദ്യാസംഘം. 17 വരുന്നത്. അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘം വന്നതും 17. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ കൊണ്ടുവന്നതും ഏത് വർഷമാണ്, 17. കണ്ണൂർ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അടുത്തതിൽ ഞാനത് ജനനമൊന്നും പറഞ്ഞ് എഴുതി തരാം കേട്ടോ. കണ്ണൂർ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അടുത്തത് ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്നൊക്കെ പ്രഖ്യാപിച്ചത് ഇദ്ദേഹം, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് 1918. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം മൗലവിയാണ്. തിരുവിതാംകൂർ ചേരമൻ മഹാസഭ 1921 പാമ്പാടി ജോൺ ജോസഫാണ്. തിരുവിതാംകൂർ ചേരമൻ മഹാസഭ സ്ഥാപിച്ചത് 1921 പാമ്പാടി ജോൺ ജോസഫാണ്. അതുപോലെ ആത്മബോധോദയ സംഘം പഠിച്ചു വെച്ചിരിക്കുക 32 ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം കൊണ്ടുവന്നത്. ഇനി നോക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? 1933 ആനന്ദ തീർത്ഥൻ. ജാതി നാശിനി സഭ 33 ആനന്ദ തീർത്ഥൻ. ഇനി 2-3 കൂടെ അങ്ങ് പഠിച്ചു തരട്ടെ. ദേശസേവിക സംഘം 38 അക്കമ്മ ചെറിയാനാണ് കൊണ്ടുവരുന്നത്. ദേശസേവിക സംഘം 38 അക്കമ്മ ചെറിയാൻ. കേരള പുലയ മഹാസഭ 70 PK ചാത്തൻ മാസ്റ്റർ ആണ്. KPMS 1970 കൊണ്ടുവന്നത് ആരാടെ, PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്റർ. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ 1896 ഡോക്ടർ പൽപ്പു കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ പൽപ്പുവിന്റെ ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ. ഡോക്ടർ പൽപ്പുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്ക് എന്നൊരു ചോദ്യമില്ലേ? അല്ല, ഈഴവ മെമ്മോറിയൽ 2ാം ഈഴവ മെമ്മോറിയൽ കട്സൺ പ്രഭുവിന. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനും. ഈഴവ മെമ്മോറിയൽ നേതാവ് ആരെന്ന് വെച്ചാൽ ഡോക്ടർ പൽപ്പുവിലെ. അദ്ദേഹത്തിന്റെ സംഘടന ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ. അടുത്ത കുറച്ച് പ്രസ്ഥാനങ്ങളൊക്കെ, കാതുമുറി പ്രസ്ഥാനം ആര്യ പള്ളം, CMI സഭ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഈഴവ സമാജം TK മാധവൻ, നായർ സമാജം മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം എന്ന് എടുത്തു ചോദിച്ചാൽ C കൃഷ്ണപിള്ള പറയണം കേട്ടോ. കേരളീയ നായർ സമാജമാരുടെ C കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കുന്ന സംഘടനകളും വർഷങ്ങളും സ്ഥാപകരും തന്നിട്ടുണ്ട്. അതങ്ങ് പഠിച്ചു വെക്കണേ. പല തവണ റിവിഷൻ നടത്തുമ്പോഴേ പെർഫെക്റ്റ് ആവും. ഞാനിനി എത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ
ചുമ്മാ ഇങ്ങനെ പറഞ്ഞു നോക്കണം. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, സഹോദര സംഘം, സഹോദരൻ അയ്യപ്പൻ, അരേ സമാജം, പണ്ഡിറ്റ് കറുപ്പൻ, NSS, മന്നത്തപ്പൻ, അങ്ങനെ പിന്നെ വർഷങ്ങൾ ഇട്ടും കൂടെ കൊടുക്കണം. അപ്പോഴത്തേക്ക് അതങ്ങ് സെറ്റ് ആവൂടെ. അടുത്ത നോക്കുക, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1928 ഹിൽട്ടൺ എങ്ങ് കമ്മീഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് വരുന്നത്. റിസർവ് ബാങ്ക് വരുന്ന ഏതാണ്? 1926 ഏത് കമ്മീഷൻ പ്രകാരമാണ്? ഹിൽട്ടൺ എങ്ങ് കമ്മീഷൻ പ്രകാരം. അന്ന് ഈ കമ്മീഷനെ നിയമിച്ചത് അന്നത്തെ വൈസ്രോയി ആയ റീഡിംഗ് പ്രഭുവിന്റെ കാലത്താണ് നിയമിക്കുന്നത് കേട്ടോ. അപ്പൊ റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? 26 ഹിൽട്ടൺ എങ്ങ് കമ്മീഷൻ. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആര്? റീഡിംഗ് പ്രഭു. പഠിച്ചിട്ടുണ്ട് റീഡിംഗ് പ്രഭുവിനെ. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? അത് റീഡിംഗ് പ്രഭുവാണ്. പിന്നെ 34 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 34, 35 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1. ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റ്. ഇത് തുടങ്ങുമ്പോൾ 35 നിലവിൽ വരുമ്പോൾ കൊൽക്കത്തയായിരുന്നു. 37 വരെ കൊൽക്കത്തയായിരുന്നു. പിന്നീടാണ് എങ്ങോട്ടാക്കി മാറ്റിയത്? മുംബൈയിലെ നരിമാൻ പോയിന്റിലോട്ടാക്കിയത്. ദേശസാൽക്കരിച്ചത് 49 ജൂലൈ 1. അപ്പം ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ്? 49 ജൂലൈ 1. ഇതിന്റെ ധനകാര്യ വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയും. സ്ഥാപിത മൂലധനം അന്ന് 5 കോടി രൂപയായിരുന്നു. മൂലധനം 5 കോടി രൂപ. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ ആയിരുന്നു. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാലും ഈ രണ്ടാമത്തെ ഗവർണറായ ജെയിംസ് ടെയ്ലർ ആണ്. ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖ് ആണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ് കേട്ടോ. ഇനി ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ വ്യക്തി സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് 26ാമത്തെ വ്യക്തി. റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ M നരസിംഹമാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ആരാണ്? M നരസിംഹമാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ആകുന്ന ആദ്യ വനിത KJ ഉദേശി. ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു. റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം കടുവ. അപ്പം ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആകുന്ന ആദ്യ വനിത, ഇതുവരെയും വനിതകൾ ഗവർണർ ആയിട്ടില്ല. ഡെപ്യൂട്ടി ഗവർണർ ആയ ആദ്യ വനിത KJ ഉദേശിയാണ്. ഏറ്റവും കൂടുതൽ ഗവർണർ പദവി ബെനഗൽ രാമറാവുവിനും. റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ ഏത് മൃഗമാണ്? കടുവയാണ്. ഇനി ഒരു വൃക്ഷമുണ്ട്. ഇതിൽ റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം ചോദിച്ചാൽ എണ്ണപ്പന. ഇവരുടെ ധർമ്മങ്ങൾ നോക്കി ഇത് പഠിച്ചേ പറ്റൂ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ: നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പയുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്. അപ്പൊ നോട്ട് അച്ചടിച്ചിറക്കൽ ബാങ്കുകളുടെ ബാങ്ക് എന്നും, വായ്പകളുടെ നിയന്ത്രകനെന്നും, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരനെന്നും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്ന് വിളിക്കുന്നതും റിസർവ് ബാങ്ക് ആണ്. നിയമപ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന കറൻസിയുടെ നോട്ടിന്റെ മൂല്യം 10,000 രൂപ വരെ പോകാം. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടിയുടെ അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. റിസർവ് ബാങ്കിന്റെ സാമൂഹ്യ ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. അന്താരാഷ്ട്ര നാണയനിധിയെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക്. ഇനി റിസർവ് ബാങ്കിലാണ് റിപ്പോ നിരക്ക് എന്നും പറഞ്ഞൊരു നിരക്കുണ്ട്. അതായത് രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന ഒരു നിരക്കും കൂടെ ഏർപ്പെടുത്തും. അപ്പൊ രാജ്യത്തിലെ ഈ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകൂടെ. ഇതാണ് റിപ്പോ നിരക്ക്. പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു, പണച്ചുരുക്ക സമയത്ത് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. അപ്പൊ പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് വർദ്ധിക്കുന്നു, പണച്ചുരുക്ക സമയത്ത് റിപ്പോ കുറയ്ക്കുന്നു. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ എപ്പോഴും കുറവ് തന്നെയായിരിക്കും.
വന്നിരിക്കും. ആ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ തിരിച്ചു മേടിക്കും. ഇവിടെ റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന ഒരു നിശ്ചിത പലിശ കൊടുക്കും. റിസർവ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കും. അതായത് വാണിജ്യ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ആ വായ്പയ്ക്ക് ഒരു പലിശ കൊടുക്കും. ഇതാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് വർദ്ധിക്കുന്നു എന്നതാണ്. പണച്ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. ഇനി തുടർന്ന വിപണി പ്രവർത്തനങ്ങൾ കേന്ദ്ര ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ബാങ്ക് ഗവൺമെന്റ് ഓഹരികൾ, കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരുന്നാൽ മതി, ചെലപ്പം ചോദിച്ചാലോ, അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അത് ഉറപ്പായിട്ട് ആ ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് നോക്കാം. ഇനി വാതക നിയമങ്ങൾ ഒന്ന് പഠിച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപകർ പഠിപ്പിക്കും, സയൻസ് നല്ലോണം പഠിപ്പിക്കും. ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് കൂടുതൽ ചോദിച്ചതാണ് എടുത്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു നിയമമാണ് ഗേ-ലുസാക്ക് നിയമം. ഗേ-ലുസാക്ക് നിയമം അതായത് വാതകങ്ങളുടെ മർദ്ദവും താപനിലയും, ഇത് രണ്ടും ഓർത്തു വെച്ചിരിക്കുക. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന നിയമമാണ്. അതായത് ഇതാ കിടക്കുന്ന ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിന്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിന്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നത് ഏതാണ്? ഗേ-ലുസാക്ക് നിയമം. സ്ഥിര വ്യാപ്തത്തിന്റെ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ മർദ്ദം കെൽവിനുള്ള ഊഷ്മാവിന് നേരെ അനുപാതത്തിലും ആയിരിക്കും. അപ്പോൾ ഈ നിയമം സ്ഥിര വ്യാപ്തത്തിന്റെ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ മർദ്ദം കെൽവിനുള്ള ഊഷ്മാവിന് നേരെ അനുപാതത്തിലായിരിക്കും. ഈ നിയമം കണ്ടുപിടിച്ചത് ജോസഫ് ലൂയിസ് ഗേ-ലുസാക്ക് എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ നിയമം അറിയപ്പെടുന്നത്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ 1 ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവോഗാഡ്രോ സംഖ്യ. ഒരു മൂലകത്തിന്റെ 1 ഗ്രാം അറ്റോമിക മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവോഗാഡ്രോ സംഖ്യ. അതായത് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ വന്നാൽ ഏതാണ്? അത് അവോഗാഡ്രോ സംഖ്യ. അവോഗാഡ്രോ സംഖ്യ എത്ര നോക്കേ? 6.022 into 10⁻23 ആണ്. 6.022 into 10⁻23 ആണ് അവോഗാഡ്രോ സംഖ്യ. അടുത്ത ബോയിൽ നിയമം ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ താപനില സ്ഥിരമായിരിക്കണം. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം മർദ്ദവും വിപരീത അനുപാതത്തിലേക്ക് വരുന്നു. അപ്പൊ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ വന്നാൽ ഏതാണ്? ബോയിൽ നിയമം. അതായത് ഒരു എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിൽ എത്തും തോറും വലുതായി വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിൽ എത്തും തോറും കൂടി വരുന്ന നിയമം. പിന്നെ സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം നമുക്ക് ബോയിൽ നിയമമായിട്ട് പറയാം. സിറിഞ്ചിന്റെ പ്രവർത്തന തത്വം. ചാൾസ് നിയമം. ചാൾസ് നിയമത്തിൽ ആരാ സ്ഥിരമായിരിക്കുന്നതെന്ന് നോക്കേ? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഏത് നിയമവുമായി ബന്ധപ്പെടുന്നു? അപ്പോൾ വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. ഏത് നിയമമാണ്? അത് ചാൾസ് നിയമമാണ്. അടുത്ത പാസ്കൽ നിയമം നോക്കെ? ഒരു സമ്മർദ്ദ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. നിങ്ങൾ ആ ഫ്ലഷ് ടാങ്ക് അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ഇരിക്കുമ്പോൾ നമ്മൾ മർദ്ദം വയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുക. അത്രയേ ഉള്ളൂ. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തനത്വം പാസ്കൽ നിയമം എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതങ്ങ് പഠിച്ചാൽ മതി. ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്ന നിയമം ഏതാണ്? അതാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം, ഡെന്റിസ്റ്റിന്റെ ചെയർ, ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തനം
പ്രവർത്തന തത്വം, ഇതെല്ലാം നമുക്ക് പാസ്കൽ നിയമമായിട്ട് പറയാം. ഗേ-ലുസാക്ക് നിയമം, ബോയിൽ നിയമം, ചാൾസ് നിയമം എന്നിവ ചേർന്ന് സംയോജിത വാതക നിയമം ഉണ്ടാക്കുന്നു. ഈ 3 നിയമങ്ങളും അവോഗാഡ്രോ നിയമവും ചേർന്നാണ് ആദർശ വാതക നിയമം നിലവിൽ വന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേരെ, സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്നതാണ്, ഒന്ന് വായിച്ചിട്ടേരെ കേട്ടോ. അതൊന്ന് നോക്കണം. അടുത്തൊക്കെ കോശകലകൾ. നമുക്ക് പ്രധാനമായിട്ട് ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. നമ്മളെ സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ്, 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലൊക്കെ വരുന്നതാണ്. 4 കലകളാണ്: ആവരണകല, നാഡീകല, പേശികല, യോജകകല. ആ 4 കല: ആവരണകല, നാഡീകല, പേശികല, യോജകകല. അതിൽ ആവരണം ആ പേരിലൂടെ കിട്ടും. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കല ഏത്? ആവരണകല. അന്നപാദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്ന കല ഏത്? ആവരണകല. ശരീരത്തിന്റെ സംരക്ഷണവും സ്രവങ്ങളുടെയും ഉൽപാദനം തുടങ്ങിയവയാണ്. ശരീരത്തിന്റെ സംരക്ഷണവും സ്രവങ്ങളുടെ ഉൽപാദനം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ധർമ്മം. നാഡീകലമൊക്കെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക. ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല നാഡീകലയാണ്. പേശികല ശരീര ചലനം സാധ്യമാക്കുന്ന കലയാണ് പേശികല. കൂടാതെ ശരീരം സങ്കോചിപ്പിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. അപ്പൊ ശരീര ചലനം സാധ്യമാക്കുന്നത് പേശികലയാണ്. കൂടാതെ ശരീരം സങ്കോചിപ്പിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശികല. യോജകകലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല യോജകകലയാണ്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി നിർത്തുകയും ചെയ്യുന്നത് യോജകകല. അതായത് ആരൊക്കെയാന്ന് നോക്കേ: അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം, ടെണ്ടനുകൾ, സ്നായുക്കൾ, ഇതെല്ലാം യോജകകലയായിട്ട് പറയാം. അപ്പോൾ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് താങ്ങായി നിർത്തുന്നത് ആരാടെ? യോജകകല. ഏതൊക്കെയാ യോജകകല? അസ്ഥിയുണ്ട്, തരുണാസ്ഥിയുണ്ട്, നാരുകലയുണ്ട്, രക്തമുണ്ട്, ടെണ്ടനുകളുണ്ട്, സ്നായുക്കൾ, ഇതൊക്കെ യോജകകല. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകല സ്നായുക്കൾ എന്ന് വിളിക്കുന്നു. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകല ഏതാണ്? സ്നായുക്കൾ. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെണ്ടനുകളാണ്. അപ്പൊ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ, പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെണ്ടനുകൾ. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകല നാരുകലയാണ്. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാ? നാരുകല. കൂടാതെ കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് യോജകല നാരുകലയാണ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണ് കേട്ടോ. പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ യോജകകലയിലെ ആരുടെ ധർമ്മമാണ്? രക്തത്തിന്റെ ധർമ്മമാണ്. ഓക്കെ. ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുകയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് അസ്ഥിയും തരുണാസ്ഥിയും. അവരുടെ ഓരോരോ ധർമ്മങ്ങളും നമ്മൾ പഠിച്ചു. അപ്പം കലകളെല്ലാം പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? നാരുകല. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാരാ? ടെണ്ടനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാരാ? സ്നായുക്കളാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ. ഇനി 5ാമത്തെ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. സപ്രു കമ്മിറ്റി പ്രകാരമാണ് വന്നത്. മൊത്തം പേര് തേജ് ബഹാദൂർ സപ്രു എന്നാണ്. നിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയുടെ പേരെന്താണ്? തേജ് ബഹാദൂർ സപ്രു കമ്മിറ്റി. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശമാണ് നിലനിൽക്കുമെന്ന് ആദ്യമായി പറഞ്ഞ കേസ് ചെമ്പകദൊരൈ രാജൻ കേസ്. 1951 ചെമ്പകദൊരൈ രാജൻ കേസ്. അതായത് മൗലികാവകാശവും നിർദ്ദേശക തത്വവും തമ്മിൽ തർക്കം വന്നാൽ ആരെ നിലനിൽക്കൂന്ന്? മൗലികാവകാശമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞ കേസ് ഏതാണ്? ചെമ്പകദൊരൈ രാജൻ കേസ്. ഏത് വർഷമാണ്? 1951. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാവില്ല എന്ന് പറഞ്ഞത്, ഏതെങ്കിലും നിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ നമ്മുടെ മൗലികാവകാശങ്ങളൊന്നും ഭേദഗതി ചെയ്യാനാവില്ല എന്ന് പറഞ്ഞതും ഗോലഖ്നാഥ് കേസ്. 1967 ഗോലഖ്നാഥ് കേസാണ്. ഇനി മൗലികാവകാശങ്ങളെയും നിർദ്ദേശക തത്വങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിച്ചതാര്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. മൗലികാവകാശങ്ങളെയും നിർദ്ദേശക തത്വങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിച്ചതാരാണ്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. ഇനി നിർദ്ദേശക തത്വങ്ങൾ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എന്ന് പറഞ്ഞത് MC ചക്ലയാണ് കേട്ടോ. ഇതും ആവർത്തിച്ചിട്ടുള്ളതാണ്. ഈ നിർദ്ദേശക തത്വങ്ങളെല്ലാം പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗ
വർഗമായി മാറും എന്ന് പറഞ്ഞത് MC ചക്ലയാണ്. മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ലാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4-ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. അയർലൻഡിൽ നിന്ന് ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ കൊടുക്കുകയാണ്, ബാക്കി നമുക്ക് പിന്നീട് ഒരു പോർഷനിൽ പഠിപ്പിക്കാം. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 48A. തൊഴിലാളികളുടെ ജീവിത വരുമാനം ആർട്ടിക്കിൾ 43 ആണ്. 43. ഇനി ഒരു ഓർഡറിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51. 36 എപ്പോഴും ചോദിക്കും. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒന്നും ന്യായവാദത്തിന് അർഹമല്ലടേ. ന്യായവാദം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് 37-ആണ്. 38 ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ഒരു സാമൂഹ്യ ക്രമം നിലനിർത്തുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് 39A-യും D-യും ചോദിച്ചിട്ടുണ്ട്. തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായവും ആർട്ടിക്കിൾ എത്രയാണ്? 39A-ആണ്. സ്ത്രീയും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. അപ്പൊ തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായവും 39A-ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ആർട്ടിക്കിൾ 41 ജോലി ചെയ്യുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 42 നീതിപൂർവവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യവും ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 43 തൊഴിലാളികളുടെ ജീവിത വരുമാനം. ആർട്ടിക്കിൾ 43A വ്യവസായശാലകളുടെ നടത്തിപ്പിന് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചുള്ളതാണ്. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. 44 പഠിച്ചേരെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? 44 ഗോവയിൽ ആദ്യം വരുന്നത്. ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കലാണ് 45. 46 പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയാണ് 46. 47 മദ്യനിരോധനവും ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരവും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 47 ആണ്. 48 ഗോവധ നിരോധനം, കൃഷി മൃഗസംരക്ഷണം. 48A നേരത്തെ പറഞ്ഞു, ആ പരിസ്ഥിതി സംരക്ഷണം. 49 ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കലാണ് 50. ലാസ്റ്റ് 51 അന്താരാഷ്ട്ര സമാധാനം. ഒരുവിധ റിവിഷൻ നടത്തണേ. ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നല്ലേ. പിന്നെ ഭരണഘടനയിലെ അധ്യാപകർ നിങ്ങൾക്ക് നല്ലോണം എടുത്തു തരും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇതൊരു ഹോട്ട് ടോപ്പിക്സ് പോർഷൻ ആയിട്ട് ഞാൻ അങ്ങ് എഴുതി തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഏതൊക്കെ പഠിച്ചു ഇന്ന് നമ്മൾ പഠിച്ചത് നവോത്ഥാന സംഘടനകൾ പഠിച്ചു, റിസർവ് ബാങ്ക് പഠിച്ചു, വാതക നിയമങ്ങൾ പഠിച്ചു, കലകളെക്കുറിച്ച് പഠിച്ചു, കോശകലകളെക്കുറിച്ച് പഠിച്ചു. 5ാമത്തെ നിർദ്ദേശക തത്വങ്ങൾ. അപ്പം ഒരെണ്ണം ഏതായിരുന്നു? ആദ്യത്തേത് നമ്മൾ പഠിച്ചത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടു. പിന്നെ ഏതായിരുന്നു? പിന്നെ റിസർവ് ബാങ്ക് എക്കണോമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. പിന്നെ കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. പിന്നെ ബയോളജിയിലെ ഒരു ചോദ്യം പഠിച്ചു. പിന്നെ അവസാനം നമ്മൾ പഠിച്ചത് ഭരണഘടനയിലെ ഒരു ചോദ്യം പഠിച്ചു. 5 പഠിച്ചാൽ സെറ്റാക്കി വെക്കുക. അടുത്ത 5 ആയിട്ട് ഞാൻ ഉടനെ വരും. ടെൻഷൻ അടിക്കാതെ ഇരുന്ന് പഠിക്കുക കേട്ടോ. പറ്റുന്ന ഫ്രീ കിട്ടുന്ന സമയത്ത് ഇടവിട്ട് റിവിഷനൊക്കെ നടത്തി നല്ലോണം അങ്ങ് റിവിഷൻ നടത്തി അങ്ങ് സെറ്റാക്കി വെക്കുക. ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു ഹോട്ട് ടോപ്പിക്സ് റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.